പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഒരു എഗ്രിമെന്റിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതുപോലെ തന്നെ അതിലെ കണ്ടന്റ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ അല്ലെങ്കിൽ കണ്ടന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ എബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ടാകാം. അങ്ങനെയുള്ള ഫേംസ് ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ചില റൂൾസുകൾ ഇങ്ങനെയുള്ള ഫേംസിന് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ പോലും ചില പ്രൊവിഷൻസ് അതിൽ മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, ഇതൊക്കെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ വന്നിരിക്കാം. അങ്ങനെയുള്ള തർക്കങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അതിന് എന്തെല്ലാം റൂൾസുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ അബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ ഫോളോ ചെയ്യേണ്ട പാർട്ട്ണർഷിപ്പ് റൂൾസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Rules applicable in the absence of partnership deed or if the deed is silent on any matter. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. ചില പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും, അതിൽ ചില പ്രൊവിഷൻസ് അവർ എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആ റൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ ചില പ്രൊവിഷൻസ് ഇല്ലെങ്കിലോ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ ചില റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പ്രോഫിറ്റ് ഷെയറിംഗ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രാമു ക്യാപിറ്റലായി കൊണ്ടുവന്നിട്ടുള്ളത് 1 lakh റുപ്പീസ് ആണ്. സോമു ക്യാപിറ്റലായി കൊണ്ടുവന്നിട്ടുള്ളത് 2 lakh റുപ്പീസ് ആണ്. അവർക്ക് ആ വർഷം കിട്ടിയ പ്രോഫിറ്റ് 20,000 ആണ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടി വന്നപ്പോൾ അവർ അതെങ്ങനെ ഷെയർ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. എന്നാൽ ആ കമ്പനിയിൽ, ആ ഫേമിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവര് നോക്കേണ്ടത് എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് ആക്ടിലെ റൂളാണ്. പാർട്ട്ണർഷിപ്പ് ആക്ടിലെ റൂള് പറയുന്നത് ഇൻ ദ അബ്സെൻസ് ഓഫ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് അബ്സെന്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഷെയർഡ് ഈക്വലി എമംഗ് ദ പാർട്ട്നേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. നോർമലി നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാറ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത് കൃത്യമായി എഴുതിയിരിക്കും. എന്നാൽ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അബ്സെന്റ് ആണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇതിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് ഈക്വൽ ആയിട്ടാണ്. പാർട്ട്നേഴ്സിന് ഈക്വൽ ആയിട്ട്, ഇപ്പൊ 20,000 പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ 10,000 ഈച്ച്, രണ്ട് പാർട്ട്നേഴ്സിനും 10,000 വെച്ച് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് ഈക്വൽ ആയിട്ടാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമുക്കറിയാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് ഫേം ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് തരാറുണ്ട്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് ഫേം പാർട്ട്നേഴ്സിന്
ഇൻട്രസ്റ്റ് കൊടുക്കും. അത് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. ഫേമിനെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു ഫേം ആണെങ്കിൽ നമ്മൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്നത് നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആ ഫേമിന് ഇല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറയുന്നത്. നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ് ഇഫ് ദ ഡീഡ് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പൊ നമ്മളോട് പാർട്ട്ണർഷിപ്പ് ഡീഡില് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കണം? ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ് ഉള്ള വർഷങ്ങളിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ആൻഡ് ഇഫ് ദർ ഈസ് ലോസ് നോ ഇൻട്രസ്റ്റ് കാൻ ബി അലൗഡ്. ഏതെങ്കിലും വർഷം നഷ്ടം വരികയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഒന്നുകൂടെ പറയാം. ഇൻ ദ അബ്സെൻസ് ഓഫ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് അബ്സെന്റ് ആവുകയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആ ഫേമിന് ഇല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പറയുന്നത് നോ ഇൻട്രസ്റ്റ് പേയബിൾ ടു ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിന് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി? പ്രോഫിറ്റ് ഉള്ള വർഷങ്ങളിൽ മാത്രം പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ലോസ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകത ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം. പാർട്ട്നേഴ്സ് ലോൺ കൊണ്ടുവരികയാണ് ഫേമിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഫേം പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സാധാരണ പറഞ്ഞിരിക്കും. 8% അല്ലെങ്കിൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഈ ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന റൂൾ എന്താണ്? Partners are entitled to get interest at 6% per annum on loans advanced by the partners. പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ലോൺസിന് 6% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഈവൻ ഇഫ് ദർ ഈസ് ലോസ്. നഷ്ടമുള്ള വർഷങ്ങളിലും നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഫേം കൊടുത്തിരിക്കണം. ആർക്ക്? പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാഭമുള്ള വർഷങ്ങളിൽ മാത്രം കൊടുത്താൽ മതി എന്ന്. പക്ഷെ നഷ്ടമുള്ള വർഷങ്ങളിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിൽ പാർട്ട്നേഴ്സിന് കൃത്യമായി ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നോർമലി ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് പല എമൗണ്ടുകൾ വിഡ്രോ ചെയ്യാറുണ്ട്. പലപ്പോഴും എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവാറുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ സമ്മതപ്രകാരം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയതിനനുസരിച്ച് അവര് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് ഉണ്ടാവും പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച്. അതനുസരിച്ച് അവർ വിഡ്രോ ചെയ്യാറുണ്ട്, പണം പിൻവലിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പൊ അതിന്റെ റേറ്റ് അവരെന്ത് ചെയ്യണം? ഫേമിന് ഈ പാർട്ട്നേഴ്സ് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അവര് വിഡ്രോ ചെയ്യുന്ന തുകയുടെ ഇത്രയും പെർസെൻറ്റേജ് ഫേമിന് കൊടുക്കണം. ഫേമിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ്, ഫേമിനെ സംബന്ധിച്ചൊരു ഇൻകം ആണ്. അപ്പൊ ഫേമിന് ആ പെർസെൻറ്റേജ് എമൗണ്ട് അല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് ഇപ്പൊ ഡ്രോയിങ്സിന്റെ ഇത്രയും പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഫേമിന് കിട്ടാനായിട്ടുള്ള റേറ്റ് ഉണ്ട്. ആ റേറ്റിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഫേമില് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. എന്നാൽ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡില് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ പ്രൊവിഷൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഉള്ള റൂൾ എങ്ങനെയാണ്? നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ്. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിന് സാലറി അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കാൻ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് സാലറി ആയിട്ടോ കമ്മീഷനായിട്ടോ എമൗണ്ട് കിട്ടാനായിട്ടുള്ള അർഹതയുണ്ട്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ
സാലറി അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പറയുന്നത് നോ വൺ ഈസ് എൻടൈറ്റിൽ ടു ഗെറ്റ് സാലറി ഓർ കമ്മീഷൻ. ഒരു പാർട്ട്നേഴ്സിനും സാലറി ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ എമൗണ്ട് കൊടുക്കാനായിട്ടുള്ള അവകാശമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഒരിക്കൽ കൂടി പറയാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് അത് കിട്ടാനായിട്ടുള്ള അർഹത പാർട്ട്നേഴ്സിനുണ്ട്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് അബ്സെന്റ് ആണ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പറയുന്നത് നോ വൺ ഈസ് എൻടൈറ്റിൽ ടു ഗെറ്റ് സാലറി ഓർ കമ്മീഷൻ. ഒരു പാർട്ട്നേഴ്സിനും സാലറിയോ കമ്മീഷനോ കിട്ടാനായിട്ടുള്ള അവകാശമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അബ്സെൻസിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പറഞ്ഞിട്ടുള്ള 5 റൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഈ 5 റൂൾസും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അബ്സെൻസിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും, അതിൽ പറയാത്ത ചില പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ, അതായത് പാർട്ട്ണർഷിപ്പ് ഫേം ഫോളോ ചെയ്യേണ്ട, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഫോളോ ചെയ്യേണ്ട ചില റൂൾസ്, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പഠിക്കുക. താങ്ക് യു.